പ്രൈസ് ദി ലോർഡ്. കർത്താവ് വിവിധ സമയങ്ങളിലായിട്ട് അവിടുന്ന് വിളിച്ച് വേർതിരിക്കുന്ന അവിടുത്തെ സകല വിശുദ്ധന്മാരെയും ഓർത്ത് ദൈവം അവരിൽ കൂടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഈ രാത്രിയിൽ കടന്നു വന്ന ദൈവഭൃത്തിനെയും തന്നിൽ കൂടെ ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യാക്കോബിൻ്റെ ലേഖനം, എപ്പിസോഡ് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2, അതിൻ്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആരംഭിച്ചത്. ബിഗിനിങ് വിത്ത് വേഴ്സസ് 14 to 26. ആ തിരുവചന ഭാഗം വിശേഷിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയുണ്ടായി. ഒരുപക്ഷെ പുതിയ നിയമത്തിൽ അല്പം കോൺട്രാവേഴ്സ്യലായിട്ടുള്ള ദർ ഈസ് എ സ്കാൻഡലസ് പാസേജ് or few verses in this passage which, if we look superficially, is contradicting the very foundation of New Testament faith. നമ്മളത് അതിൻ്റെ മുകളിൽ മാത്രം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ വളരെ സുപ്രധാനമാകുന്ന ഒരു ഉപദേശത്തെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുവോ, ഇറ്റ് സീംസ് നമുക്കങ്ങനെ തോന്നാം. പ്രത്യേകിച്ച് ഈ യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ച് മാർട്ടിൻ ലൂതർ പറഞ്ഞ ഒരു കമൻറ്റ് ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ വായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകാം. അത് അദ്ദേഹത്തിൻ്റെ ആ തീഷ്ണതയിൽ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണ്. മാർട്ടിൻ ലൂതറെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞത് എപ്പിസിൽ ഓഫ് ജെയിംസ് ഈസ് എ ലെറ്റർ ഓഫ് സ്ട്രോ, അങ്ങനെയാണ് അദ്ദേഹം അതിനെ ടേം ചെയ്തത്. അത് വൈക്കോല് പോലുള്ള ഒരു ലേഖനമാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക സാഹചര്യത്തിലാണ് അത് പറയുവാൻ ഇടയായി തീർന്നത്. ഒരു പക്ഷേ അന്നത്തെ ആ പ്രത്യേക സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആ നിലയിൽ തെളിയിച്ചു കൊടുക്കുവാൻ ഉള്ളതാകുന്ന അവസരങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കുകയില്ല. അതാകാം അതിൻ്റെ കാരണം. എനിവേ, നമ്മൾ ഈ തിരുവചന ഭാഗം നമ്മൾ മറന്നു പോകരുത്. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, the title under which we are meditating or studying the book of James is Test of True Faith. How can we know if somebody believes savingly? രക്ഷയ്ക്കായിട്ടുള്ള വിശ്വാസം. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആ കാര്യം ഒന്ന് പറഞ്ഞു. ഫെയ്ത്ത്, വിശ്വാസം എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതാത് വേദഭാഗത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമേ അത് സേവിങ് ഫെയ്ത്ത് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പാസേജാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം, അതിൻ്റെ അവസാന വാക്യങ്ങൾ. അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചില വേദഭാഗങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇത് ഈ ഫെയ്ത്ത് എന്ന വാക്ക് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം, ഓൺലി വെൻ വി സ്റ്റഡി ദ കോണ്ടെക്സ്റ്റ് ആൻഡ് ഓൺലി ദെൻ വി വിൽ ബി able to understand what does it really mean in a given passage. ഒരു പ്രത്യേക വേദഭാഗത്ത് ആ ഒരു പദത്തിൻ്റെ യഥാർത്ഥത്തിൽ അവിടെ എന്തർത്ഥമാക്കിയിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ.
അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് യേശു കർത്താവ് വേദഭാഗം കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കണ്ടിട്ട് അനേകർ അവനിൽ വിശ്വസിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത് അല്ലേ? 2-ാം അധ്യായത്തിൻ്റെ പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. ആ ഒരു വാക്കാണ് അവിടെയുള്ളത്. എന്നാൽ ദാറ്റ് വാസ് നോട്ട് സേവിങ് ഫെയ്ത്ത്. കാരണം അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. അപ്പോൾ ഫെയ്ത്ത് എന്ന വാക്ക്, ഞാനത് ഒരു ഉദാഹരണം കഴിഞ്ഞ ആഴ്ചയിൽ പല വേദഭാഗങ്ങളും നമ്മൾ കണ്ടു. ആ വാക്ക് കാണുമ്പോൾ എന്താണ് വേദപുസ്തകം അർത്ഥമാക്കുന്നത്? യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത നമ്മൾ കണ്ടു. ദ ടെസ്റ്റ്, സേവിങ് ഫെയ്ത്ത്. ഇഫ് സംബഡി ക്ലെയിംസ് ടു ഹാവ് ഫെയ്ത്ത്, ബിക്കോസ് that is exactly what we read in verse 14 following. Somebody says, I have faith. James asked, does that faith save him? It is very shocking. ഞാൻ നേരത്തെ പറഞ്ഞു, യാക്കോബിൻ്റെ ലേഖനം എന്നുള്ളത് ഒരു പ്രസംഗം പോലെയാണ്. ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ലേഖനത്തെക്കാളും ഒരു പ്രസംഗം പോലെയാണ്. അതിൻ്റെ മധ്യത്തിൽ ഹി ഷോക്സ് ഹിസ് ഹിയറേഴ്സ്. തൻ്റെ കേൾവിക്കാരെ പെട്ടെന്നൊരു ഷോക്കിലേക്ക് കൊണ്ടുവരും. ദെൻ ഹി ട്രൈസ് ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ആ ഒരു രീതിയാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ യാക്കോബ് ചോദിക്കുന്ന ഒരു ചോദ്യം, ക്യാൻ ഹിസ് ഫെയ്ത്ത് സേവ് ഹിം? ആ വിശ്വാസം അവനെ രക്ഷിക്കുമോ? വളരെ ഷോക്കിങ്ങാണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗം നമ്മൾ അതിൻ്റെ കൃത്യമായ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. Now, when James writes this epistle, there lies his own clear conviction that faith is the primary and basic thing. The mark of a true Christian, and faith cannot be replaced. That is the conviction James has. We have to understand that. നമ്മൾ ഈ ഭാഗം മനസ്സിലാക്കുമ്പോൾ ആദ്യമായിട്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്ന കാര്യം, വിശ്വാസമെന്നുള്ളത് ഏറ്റവും ബേസിക്കായിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ, അല്ലെ ഒരു ക്രിസ്ത്യൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ലക്ഷണമാണ് വിശ്വാസമെന്നുള്ളത്. അത് ഒരിക്കലും മാറ്റാൻ കഴിയുന്ന ഒന്നാണ് എന്ന് യാക്കോബ് ചിന്തിക്കുന്നില്ല. ആ ഒരു ബോധ്യം നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിലുടനീളം കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്, ഈ 2-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ, that he is addressing Christians as those who have faith in the Lord Jesus Christ. ദൈവമക്കളെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ. ആ ഒരു ഡിസ്ക്രിപ്ഷനാണ് ദൈവമക്കളെക്കുറിച്ച് യാക്കോബ് നൽകുന്നത്. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ചാപ്റ്റർ 2 and verse 5, അവിടെ faith
is the first way in which God enriches those whom he has chosen. ദൈവം അവിടുന്ന് തെരഞ്ഞെടുത്തവരെ സമ്പന്നരാക്കുന്ന ആ മാർഗമെന്നുള്ളത് വിശ്വാസമാണ്, അല്ലേ? 5-ാം വാക്യം, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും. 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 17-ാം വാക്യം, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാഞ്ഞതായാൽ സ്വതവേ നിർജീവമാകുന്നു. നോക്കുക, അപ്പോൾ ഇഫ് ഫെയ്ത്ത് ഈസ് നോട്ട് possessing work, then James says, അങ്ങനെ വിശ്വാസവും പ്രവർത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. And verse 20, when you look at that verse, that faith is central. വ്യർത്ഥ മനുഷ്യ, പ്രവർത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? And verse 22, that faith is the dominant partner of works. Verse 22, അല്ലെങ്കിൽ വിശ്വാസം എന്നത് പ്രവർത്തികളുടെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പങ്കാളിയാണ്. അതുകൊണ്ടാണ് 22-ാമത്തെ വാക്യത്തിൽ അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. ഈ വേദഭാഗങ്ങളൊക്കെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ വളരെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഇന്ന് നമുക്കതിന് സമയമില്ല. 1-ാമത്തെ അധ്യായം നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, യാക്കോബ് ഒരിക്കലും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമാകുന്ന ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമാകുന്ന ആ ഘടകം ഒരിക്കലും അങ്ങനെയല്ല എന്ന് യാക്കോബ് പഠിപ്പിക്കുന്നില്ല. അതിനാണ് ഞാൻ ഈ വേദഭാഗങ്ങൾ ഓരോന്നായിട്ട് തരാൻ ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതാകുന്ന പരിശോധനകളെ അത് വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുന്ന ഒരു വേദിയായിട്ട് യാക്കോബ് അവിടെ ചിത്രീകരിക്കുകയാണ്. That faith is tested when you go through various tribulations in life. That's what James says. James tells his readers, when you are facing manifold trials in life, know that your faith is being tested, whether it is genuine or not. That's what James writes. And as he concludes his epistle, if you come to chapter 5 and verse 15, ആ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ 5:15 James talks about the prayer which proceeds from faith. വിശ്വാസത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥന. സോ ഞാൻ ഈ വേദഭാഗങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിപ്പാൻ താല്പര്യപ്പെട്ടത്, നമ്മൾ ഒരു വേദഭാഗത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അതിനെ മാറ്റിയാൽ നിശ്ചയമായിട്ടും, പ്രത്യേകിച്ച് യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അടിസ്ഥാനപരമാകുന്ന വിശ്വാസത്താൽ, ഫെയ്ത്ത് എലോൺ, വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം എന്നുള്ളതാകുന്ന അടിസ്ഥാനപരമാകുന്ന ഉപദേശത്തെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതുപോലെ നമുക്ക് തോന്നുവാൻ സാധ്യതയുണ്ട്. If you don't place these words in its context, that we may feel that James
and Paul are opposed to each other. That's what we feel. But in fact, that is not what the text allows. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വേദഭാഗം അത് അനുവദിക്കുന്നില്ല. ഞാൻ പല വേദഭാഗങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു. ഇനിയും പൗലോസും യാക്കോബും ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന 1-2 വേദഭാഗങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, I have already mentioned chapter 2 and verse 5. 2:5 നമ്മൾ വായിക്കുന്നു, ഫെയ്ത്ത് ഈസ് ഫണ്ടമെൻ്റൽ. പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും. സോ ഇറ്റ് ഈസ് ഫണ്ടമെൻ്റൽ. ഓൾസോ യു മേ റീഡ് Ephesians chapter 2 and verse 8. എഫേസ്യ ലേഖനം 2:8. ഇത് ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ ആ വേദഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ പൗലോസും യാക്കോബും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്ന കാര്യമാണ് പറയുന്നത്. നേരെ മറിച്ച് they both speak from different vantage, that different perspectives. 2 പോയിന്റുകളിൽ നിന്നാണ് അവർ ഈ കാര്യം പറയുന്നത്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒന്നാമത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, അടിസ്ഥാനപരമായി യാക്കോബും പൗലോസും തമ്മിൽ ആശയ സംഘട്ടനമില്ല. There is no contradiction between Paul the Apostle and Apostle James in regards to faith. It is fundamental. Will you please read Ephesians chapter 2 and verse 8? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസ് പറയുന്നത് എന്താണ്? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പറയുക, അതിനും നിങ്ങൾ കാരണമല്ല. അതെന്താണ്? ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അത് തന്നെയാണ് യാക്കോബും പറയുന്നത്. നമ്മൾ കണ്ടു 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യാക്കോബ് അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഇറ്റ് വാസ് ഗോഡ്സ് ഇൻറ്റൻഷൻ ദാറ്റ് വി ബി ബോൺ അഗെയിൻ. It is God's intention, not ours. God intended. Secondly, the instrument that God used to bring about that new birth is the word of truth, James says. And finally, when God, with that intention, brings about the new birth, He has a real purpose for that. What is that purpose? നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലം ആകേണ്ടതിന്. ഓക്കെ, അപ്പോൾ യാക്കോബും പൗലോസും തമ്മിൽ കോൺട്രഡിക്ഷൻ ഇല്ല. ഇനിയും ഗലാത്യ ലേഖനം 3:26 ഒന്ന് വായിക്കാമോ? That is the common feature of a real born again child of God. Galatians 3:26. ക്രിസ്തയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നോക്കുക, അത് തന്നെ യാക്കോബ് പറയുന്നു, സഹോദരന്മാരെ 2:1, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. ഇനിയും വിശ്വാസമാണ്, that faith is the root of good works. Faith is the root of good works. In other words, good works are the fruit of faith. വിശ്വാസം എന്നുള്ളത് നല്ല പ്രവർത്തികളുടെ ആ അടിസ്ഥാനമാണ്, അല്ലെ ആ വേരാണ്. യാക്കോബിൻ്റെ ലേഖനം
2:22 നമുക്കറിയാമല്ലോ ആ വാക്യം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവൻ. ഡൂവിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ഡൂവിങ്. തീത്തോസിന്റെ ലേഖനം 3:8 വായിച്ചോളൂ. ടൈറ്റസ് 3:8. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന്. നോക്കിയേ, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ, വായിച്ചോ, ഉത്സാഹികൾ. ഓക്കെ. നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സോ in all these passages നമുക്ക് അനേക വേദഭാഗങ്ങൾ നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ കാണാനായിട്ട് കഴിയും. യാക്കോബും പൗലോസും വിശ്വസിക്കുന്നത് വിശ്വാസമാണ് സേവിങ് ഫെയ്ത്തിൻ്റെ ആധാരം. Now James is telling us, if somebody profess he has this faith, these verses 14 to 26 especially functions as a test of saving faith. യാക്കോബ് ഇവിടെ പറയുന്ന വിഷയം, വിശ്വാസമാണ് നമ്മുടെ രക്ഷയുടെ ആധാരം. ആർക്ക് വേണമെങ്കിലും പറയാം, സാക്ഷ്യം പറഞ്ഞു, അല്ലെ ഒരു കാർഡ് സൈൻ ചെയ്തു, അല്ലെങ്കിൽ സ്നാനപ്പെട്ടു. വിശ്വസിച്ചു, ദൈവപൈതലായോ, ആയി. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നേ? എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? യാക്കോബ് പറയുകയാണ്, റിയലായിട്ടുള്ള ഫെയ്ത്ത് എങ്ങനെയാണ്? Can we be sure that our faith is a saving faith? That is what James tells us here. How can we make sure that our faith is really saving faith? യാക്കോബ് ആ വേദഭാഗത്ത് James gives 4 illustrations to arrive at a correct definition of saving faith. ഈ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ യഥാർത്ഥത്തിൽ രക്ഷയ്ക്കായുള്ള വിശ്വാസത്തെ, അതിനെ നമുക്ക് തെളിയിച്ചു തരുവാൻ, അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുവാൻ, അതിനെ ഒന്ന് നിർവചിക്കുവാൻ 4 ഉദാഹരണങ്ങൾ തരികയാണ്. ലുക്ക് അറ്റ് ദാറ്റ് പാസേജ്. 4 ഉദാഹരണങ്ങൾ. ഒന്നാമത്തെ ഉദാഹരണം വേഴ്സസ് 15 to 17. ആ ഉദാഹരണം വസ്ത്രവും ധരിക്കാനും നല്ല വസ്ത്രമിടാൻ ഇല്ലാത്ത വിശപ്പുള്ള ഒരു സഹോദരനോ സഹോദരിയോ. ആ ഒരു ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണം, ദ ബിലീവിങ് ബട്ട് ട്രബിൾഡ് ഡീമൺസ്. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിശ്വസിക്കുന്ന എന്നാൽ വിറയ്ക്കുന്ന ഭൂതങ്ങൾ. അതാ രണ്ടാമത്തെ ഉദാഹരണം. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് ദൈവം അനുവദിച്ചാൽ ചിന്തിക്കും. മൂന്നാമതായിട്ട് വേഴ്സസ് 21 to 24, James is talking about Abraham, the friend of God. That is the third illustration. The first one is
clad, hungry brethren. The second one is believing but troubled demons, terrified demons. What is James telling us? We have to see that. And the third one is Abraham, the great figure of the Old and the New Testament. Abraham, who is called the friend of God, verses 21 to 24. And the fourth illustration James gives is Rahab, who welcomed Joshua's spies. നാലാമത്തെ ഉദാഹരണം എന്നുള്ളത് 25-26 വാക്യങ്ങളിൽ യോശുവ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അയച്ച ആ ദൂതന്മാരെ കൈക്കൊണ്ട രാഹാബ് എന്ന വേശ്യയെക്കുറിച്ചാണ്. We have to see the contrast between all these illustrations, particularly talking about Abraham. അബ്രഹാം ആരാ? അബ്രഹാമിനെ നമ്മൾ സംബോധന ചെയ്യുന്നത് എന്താ? വിശ്വാസികളുടെ പിതാവ്. മാത്രമല്ല, എല്ലാവരും പറയുന്നത് അബ്രഹാം ഞങ്ങളുടെ പിതാവാണെന്നാണ് പറയുന്നത്. കോൺട്രാസ്റ്റ് ദാറ്റ് വിത്ത് റഹാബ്. ആ വലിയ കോൺട്രാസ്റ്റ് ഒന്ന് നോക്കിയേ. അബ്രഹാം എന്ന വലിയ മനുഷ്യനെ കുറിച്ച് പറയുന്നു, രാഹാബ് എന്ന ഏറ്റവും താഴെയുള്ള ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നു. പക്ഷെങ്കിൽ ഇവരെ രണ്ടുപേരെയും ദൈവമക്കളാക്കി തീർത്തതെന്താ? വിശ്വാസം. That is the common factor. So whether it is a great person or a so-called small person, it is faith that ultimately saves. That is the thread. ആ ഒരു ത്രെഡാണ് നമ്മൾ ആ വേദഭാഗത്ത് മുഴുവൻ കാണുന്നത്. Now, we will go into that one by one. ഓരോന്നായിട്ട് നമ്മൾ അത് ചിന്തിപ്പാനായിട്ട് പോകുക. ഇന്നതെല്ലാം പറയാൻ സമയമില്ല. അബ്രഹാമിനെ കുറിച്ചും ആ മോസ്റ്റ് കോൺട്രാവേഴ്സ്യലായിട്ടുള്ള പാട്ടും ദൈവം അനുവദിച്ചാൽ നെക്സ്റ്റ് വീക്ക് പറയും. അതുകൊണ്ട് ഇഫ് യു വാണ്ട് ടു ലിസൺ ടു ദാറ്റ്, കം നെക്സ്റ്റ് വീക്ക് ഓൾസോ. ഓക്കെ, അടുത്ത ആഴ്ചയിലായിരിക്കും ആ കാര്യം പറയാൻ പോകുന്നത്. കാരണം 24-ാമത്തെ വാക്യത്തിൽ ഒരു ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഷോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യാക്കോബ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയെ പറ്റത്തുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് സസ്പെൻസ് ഇട്ട് നിർത്താൻ വേണ്ടിയിട്ടല്ല, നമുക്ക് സമയം ഇന്നില്ലാത്തത് കൊണ്ടാണ്. നെക്സ്റ്റ് വീക്ക് നമ്മൾ അത് ചിന്തിക്കുന്നതായിരിക്കും. നമ്മൾ ഒന്നാമതായിട്ട് ഈ 4 ഉദാഹരണങ്ങളും യാക്കോബ് പറയുമ്പോൾ അതിനെ ആ 4 കാര്യങ്ങളെയും ഒന്ന് സമ്മറൈസ് ചെയ്ത് ഓരോ വാക്യത്തിൽ താൻ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ആദ്യത്തെ കാര്യം പറഞ്ഞേച്ച്, അതായത് 15-16 വാക്യങ്ങളിലെ ആ ഇലുസ്ട്രേഷൻ പറഞ്ഞേച്ച് 17-ാം വാക്യം അതിനെ സമ്മറൈസ് ചെയ്യുക. സി, when James gives the illustration in verses 15 and 16, he summarizes what we have to make of it. That is the summary in verse 17. 15-16 വാക്യങ്ങളിൽ ആ ഉദാഹരണം പറഞ്ഞേച്ച് യാക്കോബ് പറയുകയാണ്, 17-ാം വാക്യത്തിൽ അതിൻ്റെ ഒരു സമ്മറി കൊടുത്തേച്ച് പറയുക എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യു വിത്ത് മീ? 17-ാം വാക്യം, അങ്ങനെ വിശ്വാസവും പ്രവർത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. ഡെഡ്. നിർജീവം. ആ വാക്കിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇനി 20-ാം വാക്യം, 18-19 വാക്യങ്ങളിൽ ഉള്ളതാകുന്ന വേഴ്സസ് 18 and 19. Again James illustrates this point and he gives the summary in verse 20.
18ഉം 19ഉം വാക്യങ്ങളിലെ ഉദാഹരണത്തിൻ്റെ സമ്മറി, വാട്ട് വി ഹാവ് ടു മേക്ക് ഔട്ട് ഓഫ് ഇറ്റ്, ഹി സേസ്, വേഴ്സ് 20, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ ആദ്യമേ ആ വീഡിയോ കണ്ടല്ലോ. സി, ഐ തിങ്ക് ഒരു സമയത്ത് കാത്തലിക്സ് മാത്രം പ്രവർത്തിച്ചിരുന്ന അങ്ങനെയുള്ള ഫീൽഡിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ ഇനിയിപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ മാത്രമേ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ ട്രെയിനപ്പ് ചെയ്യാനൊക്കെ അവസരം കിട്ടുന്നതൊരു വലിയ കാര്യമാണ് കേട്ടോ. എന്താണെന്നറിയാമോ? അവരെ ആ യങ് ഏജിൽ അവരിലേക്ക് ദൈവത്തിൻ്റെ വചനം ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് സച്ച് എ പവർഫുൾ ഇമ്പാക്റ്റ്. നോർത്ത് ഇന്ത്യയിലൊന്നും, ഇനിയിപ്പോൾ ഇന്ത്യയുടെ സാഹചര്യത്തിൽ നമുക്ക് പഴയ നിലയിലുള്ള, പണ്ട് കാലത്തൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, PTL-ഉം അതുപോലെ OM ടീമും ഒക്കെ ഫ്രീലി ആയിരുന്നു കൊണ്ടുപോയി ഫിലിം ഷോയും ഇതെല്ലാം ചെയ്യുന്നത്. പലപ്പോഴും സുവിശേഷ പ്രതികൾ വിറ്റ് അന്ന് ആ ദിവസത്തെ ഭക്ഷണം കഴിച്ച കാര്യമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഹരിയാനയിൽ ചില വില്ലേജുകളിൽ അന്നത് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അത് സാധിക്കുകയില്ല. ഇന്ന് എനിക്ക് തോന്നുന്ന CH സ്പർജനാണ് ഒരിക്കൽ, അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി സേയിങ്സ് ഉണ്ട്, ഇത് അദ്ദേഹം പറഞ്ഞതാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ, ഇഫ് യു വാണ്ട് ടു ഗിവ് ഗോസ്പൽ ടു എ ഹംഗ്രി മാൻ, റാപ്പ് യുവർ സാൻഡ്വിച്ച് ഇൻ എ ഗോസ്പൽ ട്രാക്ട്. അദ്ദേഹം അതാ പറഞ്ഞേ. ഒരു വിശക്കുന്ന മനുഷ്യനോട് സുവിശേഷം പറയണമെങ്കിൽ ആ സാൻഡ്വിച്ച് ഒരു ഗോസ്പൽ ട്രാക്റ്റ് കൊണ്ട് പൊതിഞ്ഞ് കൊടുക്കുക. അതിൻ്റെ അർത്ഥം മനസ്സിലായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി വേഴ്സ് 24 വരുമ്പോൾ ആ മൂന്നാമത്തെ ഇലുസ്ട്രേഷനിൽ നിന്നും വാട്ട് വി ഹാവ് ടു മേക്ക് ഔട്ട് ഓഫ് ദ തേർഡ് ഇലുസ്ട്രേഷൻ, വേഴ്സ് 24. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. ആ വാക്യം നമുക്ക് ചിന്തിക്കണം. എനിവേ, 26ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമായിരിക്കുന്നു. അപ്പോൾ these 4 illustrations, as James gives it, in each verse he tells us what is the summary of what he is writing in the previous verses. മുകളിൽ താൻ പറഞ്ഞ വിഷയങ്ങളുടെ സമ്മറി, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അത് അദ്ദേഹം പറയുകയാണ്. രണ്ടാമതായിട്ട് ആ ഇലുസ്ട്രേഷനെ കുറിച്ച് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു വിഷയം, the first 2 illustrations are negative. In other words, the first 2 illustrations tell us what faith is not. ആദ്യത്തെ 2 ഉദാഹരണങ്ങൾ നമ്മോട് അതിലൂടെ യാക്കോബ് പറയുന്നത് എന്തല്ല വിശ്വാസം, അതാ പറയുന്നത്, എന്തല്ല വിശ്വാസം. ബട്ട് ദ ലാസ്റ്റ് 2 illustrations are positive. James tells us what faith is. അടുത്ത 2 ഉദാഹരണങ്ങളിൽ കൂടെ യാക്കോബ് പറയുന്നത് എന്താണ് വിശ്വാസം. ഓക്കെ, മൂന്നാമതായിട്ട് the first and last illustrations deal with the manward evidence of a true faith.
ആദ്യത്തെ ഉദാഹരണവും ഒടുവിലത്തെ ഉദാഹരണവും യഥാർത്ഥ വിശ്വാസം മനുഷ്യനോടുള്ള ബന്ധത്തിൽ. How can we make it if somebody has saving faith? Those two evidences, the first one and the last one, are in relation to men, people, മനുഷ്യരോടുള്ള ബന്ധത്തിൽ. In other words, hungry spies fed. Hungry people fed, and the spies who were in great danger, they were received at her own peril. She was taking a risk, Rahab. She was taking a risk by welcoming the spies whom Joshua sent. യോശുവ അയച്ചതാകുന്ന ആ ദൂതന്മാരെ കൈക്കൊണ്ടതിനാൽ തൻ്റെ ജീവിതം തന്നെ അവൾ ആ ലൈൻ ഓഫ് ഫയറിലേക്ക് വിടുകയായിരുന്നു. യാക്കോബ് പറയാ, ദാറ്റ് ഈസ് സേവിങ് ഫെയ്ത്ത്. മനസ്സിലാകുന്നുണ്ടോ? ഇഫ് സംബഡി ഹാസ് സേവിങ് ഫെയ്ത്ത്, ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. രക്ഷിക്കുന്ന വിശ്വാസം ഒരുവനുണ്ടെങ്കിൽ ഇങ്ങനെയാണത് നമുക്ക് കാണാൻ കഴിയുന്നത്. And the third and fourth illustration are God word evidences of true faith. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉദാഹരണത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ രക്ഷിക്കുന്ന വിശ്വാസം എങ്ങനെ ഇരിക്കും എന്ന് യാക്കോബ് പറയുകയാണ്. രണ്ടാമത്തെ ഉദാഹരണം എടുത്തു നോക്കിയാൽ, സേവിങ് ഫെയ്ത്ത് റിസൾട്ട് ഇൻ പീസ് വിത്ത് ഗോഡ്, നോട്ട് ടെറർ. ഓക്കെ? Because the demons believe, but they are in terror. But when somebody savingly trusts Christ, it is not terror, but peace with God. അല്ലേ? ഇവിടെ മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉദാഹരണത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ, രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഭൂതങ്ങൾ, പിശാചുക്കൾ അവർ വിശ്വസിച്ചാൽ അവർ വിറയ്ക്കുകയാണ്. എന്നാൽ സേവിങ് ഫെയ്ത്തിൻ്റെ ലക്ഷണം എന്താ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, പീസ്, റിലേഷൻഷിപ്പ്, ലവിങ് ഫെലോഷിപ്പ്. Whereas demons have faith, but they don't have peace. They are not saved. ആ കാര്യമാണ് യാക്കോബ് പറയുന്നത്. ആൻഡ് when it comes to the life of Abraham, the faithful, that shows a saving faith is evidenced by a life of obedience. രക്ഷയ്ക്കുള്ള വിശ്വാസം അനുസരണമുള്ള ഒരു ജീവിതം കൊണ്ടാണ് തെളിയിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അത് വളരെ വളരെ പ്രാധാന്യമുള്ള വിശേഷമാണ്, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒന്നാമതായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒന്ന് ചിന്തിക്കാം. യാക്കോബിടെ പറയുന്ന വിഷയം, അതിൻ്റെ 14-ാം വാക്യം തൊട്ടാണ് അത് ആരംഭിക്കുന്നത്. ഫെയ്ത്ത് in our hearts is evident in the fruit of our life. That is the main idea there. നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസം ജീവിതത്തിലെ ഫലം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് 14-ാമത്തെ വാക്യത്തിൽ ആ രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ 4 ഘട്ടത്തിലുള്ള ഒരു നിർവചനം അവിടെ ആരംഭിക്കുകയാണ്. ഇറ്റ് ഈസ് എ ക്ലെയിം ഓഫ് എ മാൻ
he makes a claim that he has faith. And James says, there is a test by which the truth of his claim can be measured. ഒരു മനുഷ്യൻ പറയുകയാണ്, നിനക്ക് വിശ്വാസമുണ്ട്, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും ക്ലെയിം ചെയ്യുക, പ്രൊഫസ് ചെയ്യുക. അപ്പോൾ യാക്കോബ് പറയുകയാണ്, ആ പറച്ചിൽ ഒരു പരീക്ഷണം കൊണ്ട്, ഒരു ടെസ്റ്റ് കൊണ്ട് അതിനെ നമുക്ക് അളക്കാൻ പറ്റുമല്ലോ. അതാണ് യാക്കോബ് പറയുന്ന, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? നോക്കണം, James is very clear on his teaching that faith alone. But ഇവിടെ യാക്കോബ് പറയുന്ന കാര്യം, നിശ്ചയമായിട്ടും if somebody has saving faith, faith will be productive of works. വിശ്വാസമെന്നുള്ളത് പ്രവൃത്തികളാൽ അത് തെളിയിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, don't listen to the claim, rather look for the fruit. ഓക്കെ, അതാ യാക്കോബ് പറയുന്നത്. സേവിങ് ഫെയ്ത്ത് എങ്ങനെയാണ്? സേവിങ് ഫെയ്ത്ത്, രക്ഷിക്കുന്ന വിശ്വാസം ആ ക്ലെയിമിൽ മാത്രമല്ല നിൽക്കുന്നത്, പിന്നെയോ അതിൻ്റെ ഫലം നിശ്ചയമായിട്ടും. അതുതന്നെയല്ലേ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഫലത്താൽ തിരിച്ചറിയാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫലത്താൽ, പ്രിയപ്പെട്ടവരെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ കാര്യം പറയുമ്പോൾ അതുകൂടെ പറഞ്ഞ് 5 more minutes ഉണ്ടല്ലോ, ഞാൻ അവസാനിപ്പിക്കാം. അത് I have to tell you this, that acts of mercy are not means to salvation. യാക്കോബ് ഒരിക്കലും അത് പഠിപ്പിക്കുന്നില്ല. അതായത് നല്ല പ്രവർത്തികൾ, സൽപ്രവർത്തികൾ രക്ഷയിലേക്കുള്ള വഴിയാണെന്ന് യാക്കോബ് പഠിപ്പിക്കുന്നില്ല. In fact, James is very clear. Faith is not something that we manufacture, rather it is the gift of God. യാക്കോബ് ആ കാര്യം പറഞ്ഞു. വിശ്വാസമെന്നുള്ളത് നാം ഉണ്ടാക്കുന്നൊരു കാര്യമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. We are saved by the grace and glorious initiative of God. It is God's initiative and God's grace that saves us. ആ കാര്യം വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഒരു വേദഭാഗം കൂടെ ഒന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ചയിൽ നമുക്കത് തുടർന്ന് ചിന്തിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ഉം അതിൻ്റെ 10-ാമത്തെ 8, 9, 10 3 വാക്യങ്ങൾ വായിച്ച് നമ്മുടെ ക്ലാസ് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്താണ് നമ്മൾ അവസാനം ചിന്തിച്ച് നിർത്തുന്നത്? ഇത്രയേ ഉള്ളൂ. യാക്കോബ് ഒരിക്കലും സൽപ്രവർത്തികൾ രക്ഷയ്ക്കുള്ള മാർഗമാണെന്ന് പഠിപ്പിക്കുന്നില്ല. ആ കാര്യം വളരെ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് വീക്കിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് ഈ കാര്യം തുടർന്ന് ചിന്തിക്കാം. എഫേസ്യർ 2:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൂടെ ഒന്ന് വായിച്ചു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേയാകുന്നു. നോക്കുക, അത് തന്നെയാണ് യാക്കോബും വിശ്വസിക്കുന്നത്. കാരണം ഇറ്റ് ഈസ് ഗോഡ്സ് initiative and it is God's word that is the instrument, and God has an intention.
that we may be the first fruit. James chapter 1 verse 18. Okay. എന്നിട്ട് വായിച്ചോളൂ. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. വളരെ ക്ലിയർ അല്ലേ? ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഇനിയും പ്രവൃത്തി എന്താണ്, പ്രവൃത്തിയുടെ സ്ഥാനം എന്താണെന്നാണ് 10ാമത്തെ വാക്യം. വായിച്ചു. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നോക്കുക, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താ? പ്രവൃത്തി എന്നുള്ളത് റിസൾട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ സിംപ്ലി ഒറ്റ കാര്യം, 1-2 കാര്യങ്ങൾ മാത്രം പറയാം. നമ്മളെന്തിനാ കൂട്ടായ്മകൾക്ക് വരുന്നത്? ഫെലോഷിപ്പിന് വരുന്നതിൻ്റെ നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താ? ഡ്രൈവിംഗ് ഫോഴ്സ് പാസ്റ്റർ വിളിക്കുമോ, അല്ലെ ആരേലും എന്ത് കരുതും, അതാണോ? അതാണ് സിംപ്ലി. അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അതോ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. എൻ്റെ കർത്താവിൻ്റെ മക്കളോട് ചേർന്ന് കൂട്ടായ്മ ബന്ധം പുലർത്തുന്നത് എനിക്ക് ആശ്വാസമാണ്. അതാണോ നമ്മെ ഡ്രൈവ് ചെയ്യുന്നത്? അല്ല. രാവിലെ നമ്മൾ വേദപുസ്തകം വായിക്കും, പ്രാർത്ഥിക്കും, അങ്ങനെ പതിവുണ്ടെങ്കിൽ. എന്തിനാ? അയ്യോ, എന്നും ചെയ്യുന്നൊരു കാര്യം ചെയ്തില്ലെങ്കിൽ ഏതാണ്ടൊരു വല്ലായ്മ തോന്നുന്നതുകൊണ്ടാണോ? അതോ I want to listen to God, what my Lord has to tell me today, and I want to talk to Him because I love Him. പ്രവൃത്തിയുണ്ട്. ഏതാ പ്രവൃത്തി? ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മകൾക്ക് വരുന്നു, എല്ലാം പ്രവൃത്തിയാണ് അല്ലേ? എല്ലാം പ്രവൃത്തിയാണ്. പക്ഷേ അതിനെ ഡ്രൈവ് ചെയ്യുന്നതെന്താ? പ്രവൃത്തി മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നല്ല ഡിസിപ്ലിൻ ഉള്ളവരുണ്ട് അല്ലേ? നല്ല ഡിസിപ്ലിനുള്ള കാത്തലിക്സ് ഉണ്ടല്ലോ, ഭയങ്കര ഡിസിപ്ലിൻ. കുഞ്ഞുങ്ങൾക്ക് ബൈബിള് വായിച്ച് അല്ലേ പ്രാർത്ഥന അവരുടെ അത് ചൊല്ലി പ്രാർത്ഥിക്കാത്ത ആഹാരം കൊടുക്കുകയല്ല. അങ്ങനെയുള്ള എത്രയോ ഭവനങ്ങളുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ബൈബിള് പഠിക്കുന്നത് മാത്രം, അതിനുവേണ്ടി മാത്രം വേർതിരിക്കുന്ന എത്രയോ നമ്മൾ പറയുന്ന സമുദായക്കാരുണ്ടെന്നറിയാമോ? അവരിൽ ചിലർ നല്ലതായിരിക്കാം, എല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പ്രശ്നം നമ്മൾ അങ്ങേ എൻഡിലോട്ടങ്ങ് പോയി. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം ഇന്ന് വളരെ പ്രസക്തമായിരിക്കുന്നത്. വളരെ പ്രസക്തമാണ്. നമ്മൾ ഒരു വശത്തു നിന്നും മറ്റേ വശത്തോട്ടങ്ങ് പോയി, ബാലൻസ് തെറ്റി. കഴിഞ്ഞ ദിവസം ആരുടെ ഒരു കാര്യം പറഞ്ഞപ്പം നമ്മുടെ ഒരു സെമി സർക്കുലർ കനാലുണ്ട്. അതിനകത്തുള്ള ആ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതിനല്പം ഒരു പ്രശ്നം വന്നാൽ തല കറങ്ങി താഴെ വീഴും. അത് ഞാൻ പറയുന്നത്, എനിക്കത് പണ്ടൊരിക്കൽ ചെറുതായിട്ടൊന്നുണ്ടായി. അപ്പം ഞാൻ മനസ്സിലാക്കി എന്തോ ഇമ്പോർട്ടൻ്റ്. അതും ദൈവത്തിൻ്റെ എൻജിനീയറിങ്ങിനെ കുറിച്ച് ഞാൻ ഓർത്തു. എന്നെ നിലനിർത്താൻ വേണ്ടി താഴെ ഫൗണ്ടേഷനിലാണ് സത്യത്തിൽ വെക്കേണ്ടത്, പക്ഷേ ബാലൻസ് ചെയ്തേക്കുന്ന ഇവിടെ ദൈവത്തിൻ്റെ എൻജിനീയറിങ് എന്താണ്? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെങ്കിൽ ആ ബാലൻസ് തെറ്റിയാൽ എന്തോ പറ്റും? താഴെ വീഴും. ഇന്നതാ പറ്റിയേക്കുന്നത്. ഏതെങ്കിലും ഒരു എക്സ്ട്രീമിലേക്ക് നമ്മൾ പോകുകയാണ്. എന്നാൽ യാക്കോബിൻ്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഇറ്റ് ഷുഡ് ബി ദ ഫ്രൂട്ട്.
അതാണ് സേവിങ് ഫെയ്ത്ത്. ഞാൻ ഈ പറഞ്ഞ രാവിലെ വേദപുസ്തകം വായിക്കുമ്പം ഏതെങ്കിലും പ്രവൃത്തി ചെയ്തു വന്നതങ്ങ് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് വെറും ലീഗലിസമാണ്. അത് ഭയങ്കര യോക്ക നമ്മുടെ മണ്ടയ്ക്ക്. എന്നാൽ ലവിങ് റിലേഷൻഷിപ്പ് ആണെങ്കിലോ, ഐ വാണ്ട് ടു സീ ദ ലോർഡ് ടുഡേ ആൻഡ് ഐ വാണ്ട് ടു ലിസൺ ടു ഹിം. Therefore, I cannot go without this. അതാണെങ്കിലോ, ദാറ്റ് ഈസ് സേവിങ് ഫെയ്ത്ത്. അതാ രക്ഷിക്കുന്നത്. അതിനെക്കുറിച്ചാണ് യാക്കോബ് പറയുന്നത്. നമുക്ക് ദൈവം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തോട് അപ്ലൈ ചെയ്യുവാൻ കർത്താവ് നമ്മെ വരും ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെല്ലാവർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.